ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യവും നമുക്ക് സെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതും നല്ല നല്ല ബ്രാൻഡഡ് ഐറ്റംസ്, അതും നല്ല ഡിസ്കൗണ്ടോട് കൂടിയിട്ട്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ഫസ്റ്റ് കളക്ഷൻ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ കളക്ഷൻസിലേക്ക് കടന്നാലോ. മൊത്തം കോട്ടൻ്റെ കുർത്തീസാണ് നമ്മൾ ഈ പ്രാവശ്യം കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തന്നെ തുടങ്ങാം. ഇത് പക്ക കോട്ടൻ്റെ നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ 2 പീസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. പിന്നെ വീനെക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീനെക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനിൽ. പിന്നെ ഓവറോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണ്, പറയേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. മറൂൺ ഉണ്ട്, ടീൽ കളർ, അങ്ങനെ 4-5 ഷെയ്ഡ്സ് ഉണ്ട്. പിങ്ക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ 4-5 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. വിത്ത് 2 പീസ് ആയിട്ട് എ ലൈൻ കുർത്തിയാണ്. അതുപോലെ 2 പീസാണ്. ഇതിന് കൂടെ ഓഫ്കോഴ്സ് പാൻറ്റ് വരുന്നുണ്ട്. പാൻറ്റ് വരുന്നത് ഒരു സിഗ്സാക് മോഡലായിട്ടുള്ള നോർമൽ പാൻറ്റാണ്. പോക്കറ്റ് ഇല്ല കേട്ടോ. പിന്നെ ഇത് എ ലൈനാണ്, പോക്കറ്റ് ഉണ്ടായാലും കാര്യമില്ല, കൈയിടാൻ പറ്റില്ലല്ലോ. എന്തായാലും കംഫർട്ടബിൾ ആണ്. ഞാൻ വെയർ ചെയ്തേക്കുന്ന സൈസ് ലാർജാണ്, പക്ഷേ ഇതിലേക്ക് മീഡിയം മതിയാവും. കാരണം വെച്ചാൽ നമ്മുടെ ഷോൾഡർ പോർഷനിൽ, ഈ പോർഷനിൽ കുറച്ചിങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പം ഇത് വിഷയമാക്കാനില്ല എന്ന് വെച്ചാൽ നമുക്ക് ലാർജ് മതി, അല്ലെങ്കിൽ മീഡിയം ആണെങ്കിൽ കുറച്ച് ഷോൾഡർ കുറച്ചുകൂടി കറക്റ്റായിട്ട് കിടക്കും. പക്ഷേ ഇത് ഷോൾഡർ അങ്ങോട്ട് കിടന്ന ആരും അറിയാൻ പോണില്ല, നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഇപ്പോൾ സൈസ് ലാർജാണ്, പെർഫെക്റ്റ് ആണ്, കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ ഒരു കളക്ഷൻ. ലിബാസ് ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ പക്ക പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. അതും നല്ലൊരു കളറും അതിൻ്റെ പ്രിൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കോട്ടണിലാണ്. പിന്നെ ഇതിൻ്റെ യോക്കിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. നമുക്ക് പാച്ച് വർക്ക് വരുന്നുണ്ട്, പിന്നെ ചെറിയ ചെറിയ പൊട്ട്ലി ബാഗ്സ് പോലത്തെ ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രില്ല് പോർഷൻ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. 3/4 ആണ് സ്ലീവ്. നോർമൽ എല്ലാം കുർത്തീസിൽ കാണുന്ന പോലത്തെ പാച്ച് വർക്കൊക്കെ തന്നെ. പക്ഷേ എനിക്ക് കൂടുതൽ ഹൈലൈറ്റ് പറയുന്നത് ഈ യോക്കിൻ്റെ താഴത്തെ ഈ ഒരു ഫ്രില്ല് വർക്കിൻ്റെ ഈ ഒരു പോർഷൻ. പിന്നെ കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കോട്ടൺ മസ്റ്റാണ്. അപ്പോൾ ഇത് 2 പീസാണ്. അതുകൊണ്ട് ഇതിന് കൂടെ പാൻറ്റും അവൈലബിൾ ആണ്. പാൻറ്റ് വരുന്നത് സെയിം കോട്ടൻ്റെ മെറ്റീരിയൽ, പ്രിൻ്റാണ്. വാഷ് ചെയ്ത് അങ്ങനെ പോവുക, കംപ്ലൈൻറ്റ് ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സൈഡിലൊരു കട്ടും കൂടി കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ 2 സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട്. അപ്പം ഞാൻ വെയർ ചെയ്ത സൈസ് അറിയുന്നുണ്ട്, ലാർജാണ് കേട്ടോ. ലാർജ് പെർഫെക്റ്റ് ആണ്. ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ക പെർഫെക്റ്റ്. ഇപ്പോൾ രാവിലെ തൊട്ട് ഇട്ടുകൊണ്ട് നടക്കാണ്, ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് കയറാം. ലിബാസ് ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കളക്ഷൻ, അതും കോട്ടണിൽ കേട്ടോ. അതും കളർ കോമ്പിനേഷൻ നോക്കുക, ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ വിത്ത് വൈറ്റ് ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ. അപ്പോൾ 3 പീസിൻ്റെ എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ടോപ്പിൻ്റെ കളക്ഷൻ ആദ്യം പറയാം. ടോപ്പിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ നേരെ പോയി ഇങ്ങനെ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു ചെറിയ കട്ട് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനുള്ള പാൻറ്റ് വരുന്നത് നോർമൽ പാൻറ്റ് അല്ല, ചെറുതായിട്ടൊരു പലാസോ എന്നാണ് പറയുക. പലാസോ 2 സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ പ്രിറ്റി ആയിട്ടുള്ള ദുപ്പട്ട നല്ല വിടുത്തോട്ടോ, നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്നുണ്ട്. അതും കളർ കോമ്പിനേഷൻ അടിപൊളി കേട്ടോ. വിത്ത് ലേസിൻ്റെ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ലിബാസ് ആണ് ബ്രാൻഡ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്, പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ കോട്ടൺ ആണ്, അലക്കി നോക്കിയിട്ടില്ല. ഇപ്പോൾ ചുരുങ്ങോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പെർഫെക്റ്റ് ആണ്. ഇനിയിപ്പോൾ ഒരു സൈസ് വേണമെങ്കിൽ കൂട്ടിയെടുത്തോ, അപ്പോൾ ഷോൾഡർ കുറച്ച് ഇറങ്ങും. പക്ഷേ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരു സൈസ് കൂട്ടിയെടുക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്കിപ്പോൾ പെർഫെക്റ്റ് ആണ് കേട്ടോ. ലാർജാണ് സൈസ്. ലിബാസ് ആണ് ബ്രാൻഡ്. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ സ്ട്രെയിറ്റ് കുർത്തിയാണ്. കുർത്തി മാത്രമേ ഉള്ളൂ, പാൻറ്റ് ഇതിൻ്റെ കൂടെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് എന്ന് പറയുമ്പോൾ കോമൺ പ്രിൻ്റാണ്, നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു പ്രിൻ്റാണ്. അപ്പോൾ എല്ലായിടത്തും കാണുമ്പോൾ നമുക്കൊരാഗ്രഹം എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിക്ക് ചെയ്ത ഒരു സംഭവമാണ് ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ പക്ക കോട്ടൻ്റെ സ്ട്രെയിറ്റ് കുർത്തി. പക്ഷേ സ്ട്രെയിറ്റ് കുർത്തി ആയാലും സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. പാൻറ്റ് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. പാൻറ്റ് എൻ്റെ നേരത്തെ ഒരു ഡ്രസ്സിൻ്റെ കൂടെയുള്ള പാൻറ്റാണ് ഞാനിതിൽ വെയർ ചെയ്തിരിക്കുന്നത്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഓവറോൾ പെർഫെക്റ്റ് ആണ്. ഇൻഡോ ഇറ ബ്രാൻഡ് ലാർജാണ് വെയർ ചെയ്തിരിക്കുന്ന സൈസ്. പക്ക പെർഫെക്റ്റ് കംഫർട്ടബിൾ സൈസ്. ഇതും കോട്ടൺ തന്നെ. എ ലൈൻ കുർത്തി എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതിൽ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ഇതിൽ തന്നെ ഞാൻ ഒരു കളർ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ വീണ്ടും നമ്മളൊരു യെല്ലോ ഷെയ്ഡിലേക്ക് പിക്ക് ചെയ്ത്, യെല്ലോ വിത്ത് ഒരു സൈഡിൽ കണ്ടോ നല്ലൊരു റൗണ്ട് പാച്ച് വർക്ക്, അതിൽ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. കോട്ടൺ ആണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിംഗ്
ആ ഒരു സ്റ്റൈൽ, ആ ഒരു മോഡൽ. കാരണം ഭയങ്കര കംഫർട്ടബിൾ, നമ്മൾ കൂടുതൽ കംഫർട്ടബിളും കൂടി നോക്കാറുണ്ടല്ലോ. കോട്ടൺ മാത്രമല്ല, കംഫർട്ടബിളും കോട്ടണും രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡ്രസ്സ്. ആൻഡ് യെല്ലോ എനിക്കിഷ്ടപ്പെട്ട ഒരു കളറും കൂടിയാണ്. വീനെക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇത് എന്തോ ഒരു നെക്ക്, കോളർ നെക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും കോളർ നെക്ക് അടിപൊളി നെക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ, ഇവിടെ സൈഡിലല്ല നടുക്കിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്. ഇനി ബ്രാൻഡ് ഏതാണെന്ന് അറിയണ്ട. ബ്രാൻഡ് വരുന്നത് ജെൻറിക് ബ്രാൻഡിൻ്റെ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് കളേഴ്സും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സെയിൽ മറക്കണ്ട, അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ, അതും കളർ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാർച്ച് 1-ാം തീയതി നമുക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഇഷ്ടപ്പെട്ടത് വിസിറ്റ് ലിസ്റ്റിൽ ഇടാൻ വെക്കേണ്ട, ഡയറക്റ്റ് അങ്ങോട്ട് പർച്ചേസ് ചെയ്തോട്ടോ. കാരണം പിന്നീട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കൂടും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ, ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട്.